എൻ്റെ ഏറ്റവും വലിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരാജയമുണ്ട്. അത് നിങ്ങളോട് തുറന്നു പറയാണ്. ആ പരാജയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യുക്തി മാത്രം ഉപയോഗിക്കാറുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കാറില്ല. മനസ്സിലായി? അപ്പോ ബുദ്ധി ഗംഭീരാണ്. ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയും. പക്ഷെ അങ്ങനെ വഴിയിൽ എന്തുകൊണ്ട് അത് ഒരേ തടസ്സം നമുക്ക് തരുന്നത് ദൈവം അനുവദിക്കുന്നത് നമ്മെ തോൽപ്പിക്കാനല്ല. നമ്മൾ ആ പ്രശ്നത്തെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ആരായിത്തീരുക. നമ്മൾ കരുത്ത് ഉണ്ടാവുകയാണ്. ഓരോ പ്രതിസന്ധി വന്നാലും നിങ്ങൾ തിരിച്ചറിയണം, ഇത് എന്നെ കീഴ്പ്പെടുത്താനുള്ളതല്ല, ഇത് എന്നെ മാനസാന്തരപ്പെടുത്താനും എന്നെ വളർത്താനുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഏതില് പോകാൻ പറ്റില്ല, പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകാൻ പറ്റില്ല. ഏത് പ്രതിസന്ധിയും നമ്മളെ വളർത്താനുള്ളതാണ്. നമ്മുടെ ഡയറക്ഷൻ മാറാൻ ദൈവം ആവശ്യപ്പെടുന്നത്. അതായത് ബാലാം പ്രവചിക്കാനായിട്ട് പോകുമ്പോ വഴിയിൽ കഴുത വന്ന് എന്ത് ചെയ്യാണ്? തടസ്സപ്പെടുത്താണ്. ആ തടസ്സപ്പെടുത്തുന്നത് ദൈവത്തിന് വേറെ എന്തോ നമ്മിൽ നിന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്തുണ്ട്? പദ്ധതിയുണ്ട്. അപ്പൊ ഞാനെല്ലാം ഇങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കുകയും അച്ഛന്മാരുടെ ഇത് കേൾക്കുകയും ഇപ്പൊ തട്ടിൽപിതാവ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്ന്. ഓരോ സമയത്തും നമുക്ക് ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ എന്താണ് ഒരു പ്രേക്ഷിത പ്രവർത്തകന് ആദ്യം ഉണ്ടാകേണ്ടത്? നമുക്ക് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്. നീ നിന്റെ മുറിയിൽ അടച്ചിട്ടിരുന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക, അവനോട് സംസാരിക്കുക. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആരോട് പറയണം? ദൈവത്തോട് പറയണം. കുമ്പസാരക്കൂട്ടിലാണോ കുമ്പസാരിക്കേണ്ടത്? മുറിയുടെ അകത്താണോ ആദ്യം കുമ്പസാരിക്കേണ്ടത്? ആദ്യം, അതായത് നമ്മൾ ആദ്യം പാപം പറയേണ്ടത് ആരോടാ? ദൈവത്തോടാണ്. പിന്നെയാണ് അത് ആരോട് ഏറ്റു പറയണേ? സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എന്റെ ഉത്തരവാദിത്തം, എന്റെ മാത്രം ഉത്തരവാദിത്തം. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാര്? നിങ്ങൾ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കന്യകാമറിയമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ ഈ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടും ദൈവത്തിന്റെ പ്രതിയായിട്ട് ഇരിക്കുന്ന അച്ഛന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു പ്രോസസ്സ് കഴിയണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, അതായത് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതിനാണ് എനിക്ക് കുറവുണ്ടായിരുന്നത്. അത് നികത്തി തന്നു. അത് എന്നെ കുറേശ്ശെ പഠിപ്പിച്ചു. എങ്ങനെ? ജീവിതത്തിൽ ദൈവം കാല് വെച്ച് തട്ടിയിടും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോ എന്ത് ചെയ്യും? വീണ്ടും പഴയ പോലെയാവും. പ്രാർത്ഥിക്കില്ലേ? അതുകൊണ്ടൊന്നും പേടിക്കണ്ടാന്ന്. ഇത് നമ്മുടെ എന്താണ്, ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്ന പോലെയുള്ള പ്രക്രിയയാണ്. നമ്മൾ നടക്കും, വീഴും, വീണ്ടും നടക്കും. സൗദി അറേബ്യയിലെ മഠം തുടങ്ങാനായിട്ട് അനുവാദം കൊടുത്തു. മദർ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ തുടങ്ങില്ലേ. എന്താ കാരണം? എനിക്ക് ബ്ലെസ്സഡ് സാക്രമെന്റ് വെച്ച്, വിശുദ്ധ കുർബാന വെച്ച് കാലത്ത് ഞാൻ ആരാധിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സുവിശേഷ പ്രവേശനം അല്ല, എനിക്ക് വേറെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അത് ദൈവകൽപ്പനയുടെ അടിസ്ഥാനമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്ര എസെൻഷ്യലാണ് എന്ന് പറയാനുള്ള കാരണം, അതിന് ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വെറും സൃഷ്ടികളാണ്. നിങ്ങൾ ഈ ലോകത്തിലെ ജീവജാലങ്ങളെ പരിശോധിച്ച് നോക്കി. ഒരു തെങ്ങ് എങ്ങനെയാണ് നാളികേരം ഉണ്ടാവുന്നത്? അത് വെള്ളവും വളവും സൂര്യപ്രകാശവും വലിച്ചെടുത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? നാളികേരം ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അകത്തേക്കുള്ള ഇൻപുട്ട് ഇല്ലാണ്ട് പുറത്തേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ സ്പീക്കർ സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഞാൻ ജഗോടെ കൊടുക്കുന്നുണ്ട്.
എനിക്ക് ആരോഗ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? എനിക്ക് അകത്തേക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മറ്റുള്ള ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? സ്നേഹം കിട്ടണം. കിട്ടാത്തത് കൊടുക്കാൻ പറ്റില്ലേ? അപ്പൊ പ്രേക്ഷിത പ്രവർത്തനം എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതൊരു നിർബന്ധമായി വരണമെങ്കിൽ സ്നേഹം നമ്മിൽ നിറയണം. ഈ സ്നേഹം ആര് തരും? അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ? ഇവരൊന്നും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചു പോയത് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനി അവര് തന്നാലും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല, നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. നമ്മള് വീട്ടിലെപ്പോഴും നമ്മുടെ പരാതി എന്താ? എന്റെ അപ്പൻ എന്നെ, ചേട്ടനെയാണ് ഇഷ്ടം, അമ്മ എന്നെ ഇഷ്ടമില്ല, ഭാര്യ അത് ചെയ്തു, ഭർത്താവ് അങ്ങനെ ചെയ്തു, മക്കൾ ഇങ്ങനെ ചെയ്തു എന്നാണ് നമ്മളൊരു പരാതിപ്പെട്ടിയിൽ കിടക്കണത്. ആ പരാതിപ്പെട്ടിന്ന് ചാടിയാലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സുവിശേഷം ആകാനും സുവിശേഷം പ്രഘോഷിക്കാനും പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിനും മതിയായവനാര്? അതാണ് യേശു ഒരു പ്രത്യേക ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ ഒരേ ഒരു ദൈവവിളിയേയുള്ളൂ. എന്താണത്? ആ ദൈവവിളിയാണ് പത്രോസിനോട് യേശു ചോദിക്കുന്നത്. എന്താണ്? ഒറ്റ വിളി, നീ എന്നെ സ്നേഹിക്കുന്നു. ആ വിളി നമ്മൾ കേട്ടാൽ, അതായത് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഊഹത്താണ്. വീണ്ടും ചോദിച്ചു, നീ എന്നെ? മൂന്നാമത്തെ ചോദ്യത്തിന് എന്താണെന്നറിയോ? മറ്റുള്ളവരെക്കാൾ അധികമായി ആ ചോദ്യം നിങ്ങൾ കേട്ടാൽ കണ്ണിൽ നിന്ന് എന്ത് വരും? ഭയങ്കര ചോദ്യമാണ്. കാരണം അതാണ് ദൈവവിളി. ഊഹത്താവേ, യെസ്, അതാണ് പ്രത്യുത്തരം. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ ആര് നമുക്ക് സ്നേഹം തരും? അതാണ് റോമർക്കെഴുതിയ ലേഖനത്തില് 5:6, അത് 6:5. ഞാനത് മാർപ്പാപ്പയുടെ ലേഖനത്തിൽ നിന്ന് കിട്ടുന്ന, ദൈവം തന്റെ ആത്മാവിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം സമൃദ്ധമായി ചൊരിയും. 5:5. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. This is our debate. അപ്പൊ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകി സ്നേഹവും ജ്ഞാനവും ശക്തിയും മനുഷ്യന് നൽകുമ്പോൾ, അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തില് യേശു പറഞ്ഞ പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നിത്യജീവന്റെ അരുവികൾ. നിങ്ങൾ ഭയപ്പെടേണ്ട. ആ യേശുവിന്റെ വാചകമാണ്, ചെറിയ ആചകണമേ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതിലെ എനിക്ക് നോക്കിയിട്ട് അധികം ഡിഗ്രി ഉള്ളവരില്ല, അധികം സമ്പത്തുള്ളവരില്ല, അധികം കരുത്തുള്ളവരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കരുത്. കാരണം എന്താണ്? ചെറിയ ആചകണമേ, ഭയപ്പെടേണ്ട. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ യാതൊന്നുമില്ല.
പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച് അപ്പസ്തോല നടപടികൾ പറയുന്നത് ഇവർ വിദ്യാവിഹീനരായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവാണ്. ആ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഉള്ളിലുള്ളത് ആർക്കറിയാം? പൗലോസ് ചോദിക്കുകയാണ്, അത് ചോദിക്കുകയാണ്, നിന്റെ ഉള്ളിലുള്ളത് ആർക്കറിയാം? നിന്റെ ആത്മാവിന്. ദൈവത്തിന്റെ ഉള്ളിലുള്ളത് ആർക്കറിയാം? ദൈവത്തിന്റെ ആത്മാവിന്. അപ്പൊ നിന്റെ ഉള്ളില് ദൈവത്തിന്റെ അന്തർഗത അറിയണ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ടാവും? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നിനക്ക് മനസ്സിലാവും. ഇതാണ് എന്റെ ശക്തി, വേറെ ഒരു ശക്തിയില്ല. എനിക്ക് എവിടെ പോയാലും വേറെ യാതൊന്നും വേണ്ട. ഈ മൈക്ക്, ചോക്ക്, ബോർഡ് വർഷങ്ങളോളം കേരളവും ഇന്ത്യയും വിഷൻ പ്രദേശങ്ങളും അതൊക്കെ ഞാൻ അന്വേഷിച്ചു പോയതല്ലാണ്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ളതാണ്. ആര്? എന്റെ വികാരി അച്ഛൻ ഞാനിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള മിഷൻ സ്ഥലങ്ങൾ സന്ദർശിക്കും. 84-ലാണ് എന്നെ വിളിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ പോവാണ് ഞാൻ. അപ്പൊ പ്രേക്ഷിത പ്രവർത്തനത്തിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് വേണ്ടത്. ആ അഭിഷേകം ലഭിക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായ വ്യക്തിപരമായ യേശുവിനോടുള്ള ബന്ധം വേണം. മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടിരുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതിന്റെ തെളിവാണ് പുരമുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് എവിടെയാ? മുറിയിലുള്ളിലാണ്. ആരോടാണ്? കർത്താവിനോടാണ്. അപ്പൊ എനിക്ക് ജീവിതത്തിലെ എല്ലായിടത്തും പരാജയമാണ്, പക്ഷെ എല്ലായിടത്തും ദൈവം എന്ത് ചെയ്യാണ്? വിജയിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ കരുത്തോ ശക്തിയോ അറിവോ അല്ല. എനിക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ അധികം പുസ്തകം വായിച്ചിട്ട് കിട്ടണമെന്നല്ല. ഞാൻ ഒരു പുസ്തകം നിർത്തി നോക്കിയാൽ അന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ. എങ്ങനെയാണ് ഇനി നമ്മൾ പ്രാർത്ഥനയിൽ ഡെവലപ്പ് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിനെ കുറിച്ചുള്ള എന്താണ്? ധ്യാനമാണ്. ആണ് പ്രാർത്ഥന. ആരെ കുറിച്ചുള്ള ധ്യാനമാണ്? കുരിശിനെ കുറിച്ചുള്ള ധ്യാനമാണ്. അപ്പൊ കുരിശിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാ ധ്യാനിക്കുക? ഇപ്പൊ നിങ്ങൾ ജപമാല ചെല്ലുന്നുണ്ട്. എന്താണ് ജപമാല? എന്താണ് നമ്മുടെ കർത്താവിന്റെ മാല? ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് അറിഞ്ഞ് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മൾ എന്താണ് ചെല്ലുന്നതെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യത്തിലേക്ക് വരിക. ആ ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവിന്റെ കുരിശിനെ കുറിച്ചുള്ള ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കർത്താവിന്റെ മാലാക എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാലേ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്തെ അങ്ങയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും യോഗ്യതയാലും കൂടി വേണം, യോഗ്യതയാൽ ഉത്ഥാനത്തിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിച്ചു. അപ്പൊ അവിടെ എന്താണ് നമ്മൾ അനുസ്മരിക്കുന്നത്? എന്താണ്? ഈശോയുടെ ഒരു ക്യാപ്സ്യൂളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ പിതാമഹന്മാര് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്തെന്ന്? പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ. ഇനി ഞാൻ ചോദിക്കട്ടെ, പൊന്തയില് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എന്താ ചെല്ലണേ? തിങ്കളാഴ്ച ദിവസം എന്താണ്? ജനനം. ചൊവ്വാഴ്ച ദിവസം എന്താണ്? പീഡാസഹനവും മരണവും. ബുധനാഴ്ച ദിവസം എന്താണ്? ഉത്ഥാനവും പരിശുദ്ധാത്മാവിനെ നൽകുന്നു. നാലാമത് ജോൺ പോൾ ഉണ്ടാവും മാർപ്പാപ്പ പറഞ്ഞു ജീവിതം ആഡ് ചെയ്യണം. അതായത് മാമോദീസ മുങ്ങുന്നു, വിവാഹ വിരുന്നില് അത്ഭുതം ചെയ്യുന്നു, നിങ്ങൾ സുവിശേഷം മാനസാന്തരത്തിന് പ്രസംഗിക്കുന്നു, താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്നു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. അപ്പൊ നമ്മൾ ജപമാല ഈ ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് നമ്മുടെ അപ്പുറത്ത് ആരിപ്പണ്? മാതാവിരിക്കുകയാണ്. മാതാവിന്റെ കാലത്തോട്ട് വൈകുന്നേരം വരെ വേറെ പണിയില്ല. അവൾ അറിഞ്ഞതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
അനുഗ്രഹിച്ച അവളുടെ ഓർമ്മയാണ്. മാതാവിനോടൊപ്പമാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മള് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുന്നത്. കാരണം ലോകത്തിൽ ആദ്യത്തെ പ്രേക്ഷിത ആരാണ്? യേശുവിനെ ഉദരത്തിൽ വഹിച്ച്, അതാണ് ആദ്യത്തെ സക്രാരി. അപ്പൊ മാതാവിന്റെ നടപ്പാണ് സുവിശേഷ പ്രഘോഷണം. മാതാവിന്റെ ജീവിതമാണ് സുവിശേഷ പ്രഘോഷണം. മാതാവ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നതാണ് ലോകത്തെ, ചരിത്രത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ സംഭവം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാന എന്താ? പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കർത്താവായ മിശിഹ കൽപ്പിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ധ്യാനമാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവിന്റെ മാലാഖം മുതല് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വരെ ഓരോ നിമിഷവും നോക്കുകയാണെങ്കിൽ ഒരേ കാര്യം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുക. ഇത് ബോധപൂർവം ചെയ്യാനാണ് ഞാൻ എന്തിനൂടെ സമയം ചെലവഴിക്കുന്നത്. അത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് എന്തുണ്ടാവണം? ബോധം വേണം. ആ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോ ചെയ്യുന്നതിന്റെ 10,000 ഇരട്ടി എന്തുണ്ടാവും? അപ്പൊ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിക്കുന്ന ഒരുവനെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ആ സംസാരിക്കാൻ ആര് നമ്മെ സഹായിക്കും? പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നിരന്തരമായ ബന്ധം. വിശ്വാസത്തെ കുറിച്ച് എനിക്ക് പ്രത്യേക അർത്ഥമുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പലരും ബുദ്ധിപരമായിട്ട് സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതല്ലാന്ന് പറയുന്നുണ്ട്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? ദൈവത്തെ കുറിച്ചുള്ള അറിവാണെന്ന് ചില ആൾക്കാർക്ക് എന്തുണ്ട്? തെറ്റിദ്ധാരണയുണ്ട്. മാർപ്പാപ്പ പറയുന്ന അറിവുപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ത് വിശ്വാസം, അത് ബന്ധമാണ്. ബന്ധമാണ്, റിലേഷൻഷിപ്പ്. അപ്പൊ എന്താണ് ബന്ധത്തിന്റെ പ്രത്യേകത? എന്റെ അപ്പനോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൻ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും? അനുസരിക്കും. ദൈവത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും. ആ അനുസരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താണ്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. ഇത് അതിനെയാണ് ട്രസ്റ്റ്. ഒരിക്കൽ ഒരു അപ്പൻ മോനെ കച്ചവടം പഠിപ്പിച്ച ഒരു കഥ, അത് ഞാൻ ഷാലോമിനാണ് മാസികയിലാണ് പണ്ട് വായിച്ചിട്ടുള്ളത്. ആ കഥ എങ്ങനെയാണ്? അപ്പം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഓട്ടുംപുറത്ത് കയറിയിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു. വൃത്തിയാക്കിയിട്ട് മോനെ ഇറങ്ങാറായപ്പോ കോഴി തട്ടിട്ടു. എന്നിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. ചാടിയപ്പോ അപ്പൻ എന്ത് ചെയ്തു? കൈ വിരിച്ചു. അപ്പൊ ഇടിഞ്ഞു കൊണ്ടു വീണു. എന്തൊരു പണി അപ്പൻ ചെയ്ത്? അപ്പൊ മോനോട് പറഞ്ഞു, ഇതാണ് ബിസിനസ്സിൽ 1-ാം പാഠം, ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. അപ്പനെ പോലും. പക്ഷെ സുവിശേഷ പ്രഘോഷണത്തില് ആദ്യത്തെ പാഠം എന്താണ്? ട്രസ്റ്റ് ഹിം. ഒരു സെമിനാരി കുട്ടിക്ക് ഡീക്കണായപ്പോ സംശയം. എന്ത് സാറ് ആൾക്കാരെന്നെ കളിയാക്കിയിട്ട് പാടില്ല, അവൻ MSc കെമിസ്ട്രി പഠിച്ചിട്ടുള്ളത്, ഇത്ര ബുദ്ധി ഉണ്ടായിട്ട് നീ എന്തിനാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നത്? ഞാൻ അവനോട് ഒരു ഉറപ്പ് കൊടുത്തു. ഇത്ര ഉറപ്പുള്ള എന്താണ്? യേശു ക്രിസ്തുവിനെ പ്രതി, ആ നാമത്തെ പ്രതി നിനക്ക് ലജ്ജിക്കേണ്ടി വരില്ല. വേറെ എനിക്ക് നിന്നെ മെത്രാനാക്കുമെന്നോ വേറൊരു കാര്യം എനിക്ക് ഗ്യാരണ്ടി ഇല്ല. യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചിട്ട് അതിന്റെ പേരിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരില്ല. മാത്രല്ല, നമ്മുടെ പ്രശ്നം കൊണ്ട് ലജ്ജിക്കാനുള്ള അവസരം ഉണ്ടെങ്കിലും വേറൊരാൾക്കും അത് മനസ്സിലാവില്ല.
Praise the Lord. Praise the Lord. എന്റെ ഒരു തെറ്റും ഞാൻ ഈ 63 വയസ്സിൽ എനിക്ക് എന്തുണ്ട്? തെറ്റുകളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുമ്പസാരിക്കാൻ പോകേണ്ട എന്തില്ലേ? ആവശ്യമില്ലേ? പക്ഷെ ഈ 63 വയസ്സിൽ തെറ്റ് ചെയ്യുമ്പോഴേക്കും ദൈവം എനിക്ക് മനസ്സിലാക്കി തരും. രാത്രി തന്നെ ഞാൻ പാപം പറയും. എന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതാണ്: സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എല്ലാ ദിവസവും രാത്രി ഞാൻ എന്തിനാണ് ഇടയില് നമ്മുടെ കൊന്തേരെ നമസ്കാരത്തിന്റെ ഇടയിൽ ചെല്ലുന്ന പ്രാർത്ഥന എന്താ? ഓ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ മാത്രല്ല, അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവരെയും രക്ഷിക്കണം. ഞാൻ ആലോചിക്കുക, എന്ത് മനോഹരമായിട്ടാണ് ഈ സഭാപിതാക്കന്മാർ ഈ പ്രാർത്ഥനകളൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിമിഷം തോറും നമ്മൾ വീഴുന്നുണ്ട്. നാം ബലഹീനരാണ്. പക്ഷെ നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊപ്പം സഹതപിക്കുന്ന യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത് ഈ ഒരു ജപമാല, പ്രാർത്ഥന, നിരന്തരമായിട്ടുള്ള ധ്യാനം. എനിക്ക് പാപമുണ്ടെന്ന് അറിഞ്ഞാലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം.